അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ കഅബയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നാണ് ഈ കാണുന്ന മീസാബ് അൽ കഅബ അല്ലെങ്കിൽ മിസാബ് അൽ കഅബ അല്ലെങ്കിൽ മിർസാബ്, മീസാബ് റഹ്മ, അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു സ്വർണ്ണപ്പാത്തി. യഥാർത്ഥത്തിൽ കഅബക്ക് എന്തില്ല, ഈ ഒരു പാത്തി എന്ന് പറയുന്ന സംഭവം ഉണ്ടായിരുന്നില്ല. ഏത് കഅബക്ക്? ഇബ്രാഹിം നബി അലൈഹി സ്വലാം, ഇസ്മായിൽ നബി അലൈഹി സ്വലാം ഒക്കെ ഉണ്ടാക്കിയിരുന്ന കഅബക്ക് എന്തുണ്ടായിരുന്നില്ല, അങ്ങനെ ഒരു പാത്തി ഉണ്ടായിരുന്നില്ല. കാരണം അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം എന്തുണ്ടായിരുന്നില്ല, കഅബക്ക് മേൽക്കൂര ഉണ്ടായിരുന്നില്ല. പിന്നീട് എപ്പോഴാണ് ഈ മേൽക്കൂരയും ഈ ഒരു സ്വർണ്ണപ്പാത്തിയൊക്കെ വന്നതെന്ന് ചോദിച്ചാൽ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 35 വയസ്സ് പ്രായമായ സമയത്ത് കഅബയ്ക്ക് ചില ബലക്ഷയവും കാര്യങ്ങളൊക്കെ അനുഭവപ്പെടുകയും അന്നത്തെ ഖുറൈശികൾ എന്ത് ചെയ്തു, കഅബ ഒന്ന് പുനർനിർമ്മിക്കാൻ തീരുമാനിക്കുകയും അങ്ങനെയാണ് അന്നത്തെ ആ ഒരു പുനർനിർമ്മാണത്തിലാണ് കഅബയ്ക്ക് മേൽക്കൂര വരുന്നതും. മേൽക്കൂര വന്നപ്പോൾ സ്വാഭാവികമായിട്ടും വെള്ളം പോകാനുള്ളൊരു പാത്തി വെക്കേണ്ട ഒരു ആവശ്യം വരികയും അങ്ങനെ മരം കൊണ്ടുള്ളൊരു പാത്തി ഉണ്ടാക്കുകയും പിന്നെ വലീദ് ബിൻ അബ്ദുൽ മലിക് എന്ന് പറയുന്ന ഭരണാധികാരി അവരുടെ കാലത്ത് അതാണ് ഇത് സ്വർണ്ണം പൂശുകയും മറ്റൊക്കെ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു സ്വർണ്ണപ്പാത്തി ഉള്ളത് നമ്മുടെ ഹിജ്ർ ഇസ്മായിൽ എന്ന് പറയുന്ന ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെയും ഹാജറ ബീവിൻ്റെയും ഒക്കെ ഖബറുകളുണ്ട് എന്ന് പറയപ്പെടുന്ന കഅബയുടെ ഒരു കാലത്ത് കഅബയുടെ ഉള്ളിലായിരുന്ന ഖുറൈശികൾക്ക് ഹലാലായ പൈസ തികയാത്തതുകൊണ്ട് ഒഴിവാക്കിയിട്ട ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇത് വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോൾ കഅബ തവാഫ് ചെയ്യുമ്പോഴും ഈ ഒരു സ്വർണ്ണപ്പാത്തിയുടെ അടുത്ത് വരുന്ന സമയത്ത് അല്ലാഹുമ്മ ഇന്നി അസ്അലുക റാഹത ഇൻദൽ മൗത്ത് വൽ അഫ്വ ഇൻദൽ ഹിസാബ് എന്നുള്ള ദുആ ചെയ്യുമായിരുന്നു എന്നൊക്കെ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് കാണാം. അതുപോലെ തന്നെ ചെറിയ ദഅഫോട് കൂടി തന്നെ അതാ ഇബ്നു അബി റബാഹ് എന്നിവർ പറഞ്ഞതായിട്ട് കാണാം. ആരെങ്കിലും ഈ ഒരു മീസാബിൻ്റെ അടിയിൽ നിന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ആ ദുആക്ക് ഉത്തരം കിട്ടുക മാത്രമല്ല ഉമ്മ പ്രസവിച്ച കുട്ടിയെ പോലെ ആവും അവർ എന്നൊക്കെ അവർ പറഞ്ഞതായിട്ട് കാണാം.